സമീപകാല ചരിത്രത്തിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന വാർത്തയ്ക്കാണ് വ്യാഴാഴ്ച രാജ്യം സാക്ഷ്യം വഹിച്ചത്. ജമ്മു കാശ്മീരിലെ അവന്തിപുരയിൽ ഭീകരർ നടത്തിയ ചാവേറാക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 40 CRPF ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത്. 80ഓളം പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പാക് ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്തു. 44 ജവാന്മാരുടെ ജീവനെടുത്ത ആക്രമണത്തെ തുടർന്ന് പ്രതിഷേധങ്ങളുടെ പ്രവാഹമാണ് ഉയരുന്നത്. മലയാളികളുടെ പ്രതിഷേധം സോഷ്യൽ മീഡിയ വഴി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ വരെ എത്തി. രാജ്യത്തെ ഞെട്ടിച്ച ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാകിസ്ഥാനെയും അവരുടെ ഭീകര പ്രവർത്തന നയങ്ങളെയും വിമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഇമ്രാൻഖാനെതിരെ രൂക്ഷ വിമർശനമാണ് മലയാളികൾ ഉയർത്തുന്നത്. ആക്രമണത്തിൽ മരിച്ചത് ഞങ്ങളുടെ സഹോദരന്മാരാണെന്നും ഇന്ത്യയിൽ ജനിച്ച മുസൽമാനെ നീ ദേശസ്നേഹം പഠിപ്പിക്കേണ്ടെന്നും ഇമ്രാൻഖാന്റെ ഫേസ്ബുക്ക് പേജിൽ മലയാളികൾ ഒന്നടങ്കം പറയുന്നു. മറ്റുള്ള സമുദായത്തിലുള്ളവരെ ബഹുമാനിക്കാൻ നീ ആദ്യം പഠിക്ക്, ഇല്ലെങ്കിൽ നിന്റെ ജീവൻ വെറും വേസ്റ്റ് ആണ്. വീരമൃത്യു വരിച്ചവരിൽ ഹിന്ദുക്കൾ മാത്രമല്ല, ക്രിസ്ത്യാനികളും മുസൽമാനും എല്ലാം അടങ്ങുന്നവരാണെന്നും ഇമ്രാൻഖാന്റെ FB പേജിൽ കമന്റുകളുണ്ട്. ചിലരുടെയൊക്കെ മനസ്സിലും പ്രവൃത്തിയിലും വർഗീയത ഉണ്ടെങ്കിലും മനസ്സിലോ പ്രവൃത്തിയിലോ അത്തരം ചിന്തകൾ പോലും ഇല്ലാത്ത ഒരു സൈന്യമുണ്ടടാ ഞങ്ങൾക്ക് കാവലായി. അവരൊന്ന് മനസ്സറിഞ്ഞിറങ്ങിയാൽ മതി, ഒരു ഗാനും അവന്റെ രാജ്യവും ചരിത്രത്തിൽ പോലും ഉണ്ടാവില്ലെന്നും ഇമ്രാൻഖാന്റെ പേജിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യ ഭരിക്കുന്നതൊരു പെണ്ണ് എന്ന ചിന്തയിലാണ് 1971 പാകിസ്ഥാൻ ചൊറിയാൻ വന്നത്. പലതവണ ഇന്ദിരാഗാന്ധി പറഞ്ഞു നോക്കി. ഭാരതീയന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുവാൻ തുടങ്ങിയപ്പോ ഇന്ദിരാജി പട്ടാളത്തോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പണി തുടങ്ങിക്കോളൂ. പിന്നെ കാണുന്നത് പാകിസ്ഥാന്റെ ഭൂപടത്തിൽ നിന്നും കിഴക്കൻ പാകിസ്ഥാൻ മാഞ്ഞു പോകുന്നതാണ്. വിറച്ചുപോയ പാകിസ്ഥാനെ രക്ഷിക്കാൻ സാക്ഷാൽ അമേരിക്കയുടെ വീരായുധം 7ാം കപ്പൽപ്പട ഇന്ത്യയെ ആക്രമിക്കാൻ കുതിച്ചെത്തുന്നതറിഞ്ഞ ഇന്ദിരാഗാന്ധി അമേരിക്കയോട് പറഞ്ഞു, 7ാം കപ്പൽപ്പടയൊക്കെ വരുന്നത് കൊള്ളാം, പക്ഷേ എന്റെ രാജ്യത്തിന്റെ അതിർത്തി ലംഘിച്ചാൽ 7ാം കപ്പൽപ്പടയിൽ തിരിച്ചു പോകാൻ ഒരു കപ്പൽ പോലും കാണുകയില്ല. ആ അമ്മയുടെ അസാമാന്യമായ ധൈര്യത്തിന് മുന്നിൽ പകച്ചുപോയ അമേരിക്കയുടെ വീരായുധം അവിടെ തന്നെ നങ്കൂരമിട്ടതും ചരിത്രമാണ്. 13 ദിവസം കൊണ്ട് പാകിസ്ഥാനെ ദുർബലപ്പെടുത്തിയ ഇന്ദിരാജി 1 ലക്ഷത്തോളം പാകിസ്ഥാൻ സൈന്യത്തെ തടങ്കലിലാക്കി. ചെയ്ത തെറ്റിന് പാകിസ്ഥാനെ കൊണ്ട് കാല് പിടിച്ച് മാപ്പ് പറയിച്ച ആ ചരിത്ര വനിതയെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ 4 അതിരുകളും കാക്കാൻ ദൈവം നിയോഗിച്ച ദുർഗയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി എന്ന് വിശേഷിപ്പിച്ചത് മോദിയുടെ മുൻഗാമി സാക്ഷാൽ അടൽ ബിഹാരി വാജ്പേയി ആണ്. ഇന്നത്തെ പാകിസ്ഥാൻ വീണ്ടും ആക്രമണത്തിന് വരുമ്പോൾ, ഓരോ ഭാരതീയന്റെയും ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ ഇന്ദിരാജിയുടെ അത്രയില്ലെങ്കിലും അതിന്റെ ഒരംശമെങ്കിലും തന്റെ ഇടം കാണിക്കേണ്ട ബാധ്യത നരേന്ദ്രമോദിക്കുണ്ടെന്നും ഇമ്രാൻഖാന്റെ ഫേസ്ബുക്ക് പേജിൽ കമന്റുകളുണ്ട്. തീർച്ചയായും ഞങ്ങൾ തിരിച്ചടിക്കുമെന്നും 2ാമതൊരു സർജിക്കൽ സ്ട്രൈക്കിന് സമയമായെന്നും മലയാളികൾ ഒന്നടങ്കം ഇമ്രാൻഖാന്റെ ഫേസ്ബുക്ക് പേജിൽ വ്യക്തമാക്കുന്നു. OP 160/18 കക്ഷി സജിത് കുമാർ അമ്മണിപ്പിള്ള, എതിർകക്ഷി കാന്തി ശിവദാസൻ. Welcome to a life in the midst of nature. Presenting Raindrops at Kakinad. Casadal Developers. Stay happy.